Chocolate strawberry cake melt in my mouth. Chocolate strawberry cake, don't let it go now. So soft, so sweet, you and me that way. Chocolate strawberry cake, stay, stay, stay. വെൽക്കം ടു ഫ്ലൈങ് ബേർഡ്സ്. കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് കണ്ടെന്ന് വിചാരിക്കണ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ചോക്ലേറ്റ് സ്പഞ്ചും അതിന് ഫില്ലിംഗ് ആയിട്ട് ഒരു സ്ട്രോബെറി ഒക്കെ കൊടുത്തിട്ട് ചോക്ലേറ്റ് ഗണാഷൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചത് എന്തിട്ടായിരുന്നു, ഒരു വാനില സ്പഞ്ച് അല്ലായിരുന്നേ. അപ്പോൾ ആ വാനില സ്പഞ്ച് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്കത് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. വാനില സ്പഞ്ച് കൊണ്ട് ഞാൻ ഒരു തിരാമിസ് കേക്കാണ് ഉണ്ടാക്കി കാണിച്ചത്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ് പറയണം കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് ഇനി ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പിയും കൂടി വേണമെന്നാണ് പറയണേ. അപ്പോൾ ഇന്ന് ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് പഠിക്കുകയാണെങ്കിൽ ഒരു 100 വെറൈറ്റിയെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നല്ലോണം ശ്രദ്ധിച്ച് പഠിച്ചോ. ഇൻഗ്രീഡിയൻസ് നേരത്തെ പോലെ തന്നെ സിമ്പിളാണ്. കൊക്കോ പൗഡർ ചേരുന്നുണ്ട്, കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അപ്പോൾ വേണ്ടത് 1 കപ്പ് മൈദ, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ മുട്ടയുടെ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ മുട്ടയാണെങ്കിൽ ഒരു 4 എടുക്കാം. അതല്ല വലിയ മുട്ട, ഇതുപോലത്തെ വലിയ മുട്ടയാണെങ്കിൽ ഒരു 3 എണ്ണം മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മുട്ടയുടെ അളവ് നമ്മൾ ബട്ടർ മിൽക്കായിട്ടാണ് കണക്കാക്കണത്. അപ്പോൾ അതിനാണ് നമ്മൾ മുട്ടയുടെ അളവ് കുറയ്ക്കണത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതേ 1/2 കപ്പ് പാലാണ് എടുത്തേക്കണേ. 1/2 കപ്പ് പാലിലേക്ക് നമ്മുടെ വിനീഗറാണ് ഒഴിക്കണേ. 1/2 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ. ചെറിയ 4 മുട്ടയാണ് ഞാൻ എടുത്തേക്കണേ കേട്ടോ, ചെറിയ 4 മുട്ട. പിന്നെ വേണ്ടത് ഇതേ 1 കപ്പ് മൈദ എടുത്ത് വെച്ചേക്കാണ്. ഈ മൈദയിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ, ഇതുപോലെ 4 ടേബിൾ സ്പൂൺ ഇങ്ങനെ വടിച്ച് മാറ്റണം. എന്നിട്ട് അതിലേക്കാണ് ഞാൻ ഈ കൊക്കോ പൗഡർ റീപ്ലേസ് ചെയ്യണേ. ഇങ്ങനെ 4 എണ്ണം മാറ്റി വെച്ചതിലേക്ക് ഇതുപോലെ 4 കൊക്കോ പൗഡർ ഇതുപോലെ എടുക്കുക. ഇതിങ്ങനെ അളന്ന് വെച്ചേക്കണതാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ട്ടാ. ഇനി അതിലേക്ക് 2 പിഞ്ച് അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇത്രയും ഇട്ടിട്ട് ഇത് നമുക്ക് ഒന്ന് സീവ് ചെയ്തൊക്കെ കൊണ്ടുവരാം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു 10 മിനിറ്റ്. പിന്നെ നമ്മുടെ ഈ മുട്ടയിലേക്ക് 3/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാനിടണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചതായാലും യൂസ് ചെയ്യാം. 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചാൽ മതി. പിന്നെ ഒരു നുള്ള് ഉപ്പ്, ഉപ്പിടാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. ഇതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ, മറ്റേ വാനില സ്പഞ്ചിൻ്റെ പോലെ തന്നെയാണ്. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാം. നമ്മുടെ മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇതെല്ലാം കൂടി സീവ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ഒരു വിസ്ക് കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. മെഷീൻ ഓണാക്കണം. ഇവിടെ മുട്ടയും പഞ്ചസാരയും നന്നായി ബീറ്റായതിന് ശേഷം 1/4 കപ്പ് ഓയിൽ അത് ഒഴിച്ചിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യുക. അപ്പം തന്നെ ഓഫ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ഇതിലേക്ക് പതുക്കെ ഇടാം. ഈ മിക്സ് ഇടണോടൊപ്പം തന്നെ നമ്മുടെ ബട്ടർ മിൽക്ക് ഇത്തിരേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇനി
ഫുൾ സ്പീഡിൽ ഒരു 5-10 സെക്കൻഡ് കേട്ടോ. വൺ kg റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇത് 1-2 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കണം അവനിലേക്ക് എടുത്ത് വെക്കാം. ഇതൊരു 35 മിനിറ്റ് മിനിമം വെക്കണം. 35 കഴിഞ്ഞിട്ടേ തുറന്നാൽ മതി. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഒരു സ്ക്യൂർ ഇട്ട് കുത്തി നോക്കുകയും ചെയ്യാം. ഇനി ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ മിൽക്കി മിസ്റ്റ് എടുത്തേക്കണേ. അതായത് 70 ഗ്രാം ഫ്രഷ് ക്രീമിന് 105 ഗ്രാം ചോക്ലേറ്റാണ് എടുത്തേക്കണേ. എന്നിട്ടിത് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇടണം കേട്ടോ. ഞാൻ മൈക്രോവേവ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇത് റെഡിയാക്കി വയ്ക്കാം നേരത്തെ തന്നെ. കാരമൽ സോസാണ് ഇവിടെ ഉണ്ടാക്കണത്. അപ്പം 3/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3/4 കപ്പ് ഫ്രഷ് ക്രീമും ഒരു 1/4 കപ്പ് ബട്ടറും. ഷുഗർ ഇവിടെ കാരമലൈസ് ആയിട്ട് വരണുണ്ടോ, നല്ല ഗോൾഡൻ കളറായി ഇപ്പം തന്നെ. ഇപ്പോൾ മിക്സ് ചെയ്താൽ മതി. നോക്കി നിൽക്കുമ്പോൾ കളറ് മാറും കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് നിൽക്കണത്. തീ കുറച്ചിടാം. ഡാർക്ക് കളറിലേക്ക് പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ വേണമെങ്കിൽ ഇത് നിർത്താം. ഡാർക്ക് കളറിൽ പോയി കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പാവും. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾട്ടഡ് ചേർക്കാം. കാരണം ഇത് സോൾട്ടഡ് കാരമലൈസ്ഡ് കേക്കാണ്. അപ്പോൾ ഞാൻ അൺസോൾട്ടഡ് ആയ കാരണം ഒരു പിഞ്ച് സോൾട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ക്രീം ഒഴിക്കാം. ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് നന്നായി മിക്സായി വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. നമ്മുടെ കാരമൽ സിറപ്പാണിത്. ഇത് നന്നായി തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ തണുത്ത് കഴിഞ്ഞ കാരണം ഞാനിതൊന്ന് വിപ്പ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ്. ഇതും ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇത് കണ്ട നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കണ്ട. ഇനി ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്കിനി കേക്ക് എങ്ങനെ ലെയർ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പം 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കണ്ട. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ പോലെ ഭയങ്കര സോഫ്റ്റാണ്. ഫസ്റ്റത്തെ ലെയർ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോർമൽ നമ്മുടെ ഷുഗർ സിറപ്പ് 1:1 ഷുഗർ സിറപ്പില്ലേ അത് വെച്ചിട്ട് വെറ്റ് ചെയ്യണ്. ചോക്ലേറ്റ് ഗനാഷ് ഇത് ഇവിടെ റെഡിയാക്കി വെക്കണത്. ഇതാണ് കൊടുക്കണേ. കാരമൽ സോസാണ്, അത് വിപ്പ് ചെയ്തേക്കണതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ചേർക്കാൻ പോണത് സ്ട്രോബെറി കട്ട് ചെയ്തേക്കണ പീസുകളാണ്. ഇതെന്താ ചേർക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ട്രോബെറിയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചോക്ലേറ്റും അതുപോലെ തന്നെ കാരമലാണ്. അപ്പോൾ ഈ കാരമലിന് കുറച്ച് മധുരം കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഈ
ഈ സ്ട്രോബെറി ചെല്ലുമ്പോൾ നല്ല കോമ്പൻസേറ്റ് ചെയ്യും നല്ല രീതിയിൽ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി അടുത്ത ലെയർ വയ്ക്കുകയാണ് കേട്ടോ. ഇതും വെറ്റ് ചെയ്യുക, ഇത് റിപ്പീറ്റ് ചെയ്യുക. എൻ്റെ കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തി പോലെ, നിങ്ങളുടെ ഐഡിയ പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കവറിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ചോക്ലേറ്റ് ചേർത്തിട്ടുള്ള ക്രീമില്ലേ, അത് വെച്ചിട്ട് സൈഡൊക്കെ കവർ ചെയ്തിട്ട് മുകളിൽ കൂടെ ചോക്ലേറ്റ് മറ്റേ ട്രഫിൾ ചെയ്യണ മാതിരി അങ്ങനെ ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ യുക്തി പോലെ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഇതിന് 2 രീതിയിൽ നമുക്ക് സെല്ല് ചെയ്യാം. ഇത് വേണമെങ്കിൽ 2 പേരിൽ. ഒന്ന് സോൾട്ടഡ് കാരമൽ ചോക്ലേറ്റ് കേക്ക് എന്നും പറയാം, അല്ലെങ്കിൽ സോൾട്ടഡ് കാരമൽ സ്ട്രോബെറി കേക്ക് എന്നും പറയാം. കാരണം രണ്ടിനും 2 തരത്തിലും ഇത് യൂസ്ഫുൾ ആവണ ഒരു വീഡിയോ ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ നമ്മ കൊടുത്തേക്കണത് ചോക്ലേറ്റ് ഗണാഷും കാരമൽ സോസും കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ട്രോബെറി ഫില്ലിങ്ങും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ റെസിപ്പിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ തന്നെ ഒന്ന് സാധാ ചോക്ലേറ്റ് കേക്ക് ട്രഫിൾ ചെയ്യണ വിധത്തിലുള്ള റെസിപ്പി ഇതിൽ നിന്ന് കിട്ടും. കാരണം ട്രഫിളിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ കാരമൽ സോസിൻ്റെ കാണിച്ചിട്ടുണ്ട്. അത് കാരമൽ സോൾട്ടഡ് കാരമൽ കേക്കാക്കി മാറ്റണ വിധവും ഇതിൽ നിന്ന് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് ഈ കേക്കുകളെ മാറ്റി മറിച്ചൊക്കെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം, കാരണം ഇത് വീട്ടിലേക്കുള്ളത് തന്നെയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് കേട്ടോ. സോഫ്റ്റായിട്ട് പറഞ്ഞതൊക്കെ വയലിട്ട് അലിഞ്ഞു പോണ പോലത്തെ കേൾക്കാം. എല്ലാവരും ട്രൈ ചെയ്തോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മെസ്സേജ് ചെയ്യാം. താങ്ക് യു.